8ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിലെ വിവിധതരം ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് എനിക്കിനി എടുക്കാനുള്ളത്. ജൈവവളം, ജീവാണുവളം, നാനോ വളം, കൃത്രിമ വളം, അങ്ങനെ 4 ടൈപ്പ് വളങ്ങളാണ് ഉള്ളത്. സോ ഇതൊരു ചെറിയ ആക്ടിവിറ്റിയാണ്. ഈ 4 വളങ്ങളുടെയും പേര് ഞാനൊരു ഗ്ലാസ്സിൽ ഒട്ടിക്കും. അതിനുശേഷം അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് മിക്സ് ചെയ്യും. പിള്ളേരുടെ അടുത്ത് ഓരോ വളങ്ങൾ എടുക്കാൻ പറയും. ഇപ്പോൾ ബോൺ പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് വളത്തിലാണ് വരിക അതേ ഗ്ലാസ്സിലേക്ക് ഇടാൻ പറയും. അങ്ങനെ ചെറിയൊരു ആക്ടിവിറ്റി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ ബോൺ പൗഡർ വരിക ജൈവവളത്തിലാണ്, അതായത് ഓർഗാനിക് ഫെർട്ടിലൈസർ. അതേപോലെ പിള്ളേരെ ഓരോ വളങ്ങളും കറക്റ്റ് ബോക്സിലേക്ക് ഇടണം. അതാണ് ടാസ്ക്. ഇത് പിള്ളേർക്ക് എക്സാമ്പിളൊക്കെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ഇങ്ങനെ ഓരോ ലെസൺ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാവും. സോ ഇന്ന് അവധി ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗെയിംസും പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ കൊള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കറി വെച്ച് കഴിച്ചു. ഇന്ന് പള്ളിയിലെ യൂത്ത് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു തിരുഹൃദയം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസമാണല്ലോ. അപ്പം പള്ളിയുടെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞു. എന്നാലും ഞാൻ രാത്രി അവിടെ കുറച്ച് നേരം പോയിരുന്നു. അപ്പം ഇതാണ് ഇന്നുണ്ടായത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.